എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ കോൺഫിഡൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുക എങ്ങനെയാണെന്ന് പലരും പല രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻബോക്സിൽ വന്നിട്ട്. അപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ മനസ്സിന് ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിന് ശക്തി ഉണ്ടാവുക എങ്ങനെയാണ്? അപ്പം നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുമ്പോഴേ അത്തരം ശക്തികളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി എന്നൊക്കെ കേട്ടില്ലേ. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ഇത് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിലും മനസ്സുണ്ടാവണമെങ്കിലും ഒക്കെ ബേസിക്കായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം എന്നുള്ളത് വളരെ സത്യമുള്ളൊരു കാര്യമാണ് അല്ലേ. സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ ഒരുമാതിരി കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. അതൊരു സത്യം തന്നെയാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാനായിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. ഹോസ്പിറ്റലുകളിൽ നമുക്ക് അസുഖങ്ങളൊക്കെ വന്നാൽ തന്നെ നേരിടാൻ സാമ്പത്തികമായിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ പറ്റൂലേ. അപ്പോൾ സമ്പത്ത് ഈ കോൺഫിഡൻസിന് നൽകുന്ന ഒരു പ്രധാന കാര്യമാണ്. സമ്പത്ത് ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുക. അധ്വാനിച്ച് നമുക്ക് സമ്പത്ത് കൈവരും. അപ്പോൾ അധ്വാനിച്ചിട്ടും സമ്പത്ത് കൈവരുന്നില്ല, അപ്പം നമ്മുടെ യോഗം വളരെ മോശമാണെന്നൊക്കെ ചിന്തിക്കുന്നവർ നമ്മളെന്ത് ചെയ്യുക? നമ്മൾ ഭഗവാനൊക്കെ ആലോചിക്കുക അല്ലേ. നമുക്ക് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ മഹാലക്ഷ്മിയെ കൂടെയാണ്, മഹാലക്ഷ്മിയാണല്ലോ സമ്പത്തിൻ്റെ ദേവത അല്ലേ. അപ്പം മഹാലക്ഷ്മിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ കൂടെ അധ്വാനിക്കുന്ന കൂടെ ഇത്തരം കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. നമ്മൾ അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സമ്പത്തുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് ഉണ്ടാവും. സമ്പത്തില്ലാത്തവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്നല്ല അതുകൊണ്ട് അർത്ഥം. പക്ഷേ കോൺഫിഡൻസിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് എന്ത് തന്നെയായാലും എന്ത് വന്നാലും നേരിടാമെന്നുള്ളൊരു ആന്തരിക ശക്തി, ഒരു മനസ്സിനൊരു ശക്തി നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവില്ലേ. ഈ കുറച്ച് പൈസ കയ്യിലുണ്ടാവുക എന്ന് പറയുമ്പോൾ അപ്പം പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കണം. നല്ല വഴിയിലൂടെ സാമ്പത്തികമായിട്ട് നമ്മൾ സ്റ്റേബിൾ ആവാൻ എപ്പോഴും ശ്രമിക്കണം. കുറേ ആളുകൾ പറയും ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ യോഗമായിരിക്കും അതുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ അരികിലേക്ക് സമ്പത്തിനെ സമ്പത്ത് എന്ന് പറയുന്നത് ഐശ്വര്യം കൂടിയാണ്. ഐശ്വര്യത്തെ വരുത്താൻ ശ്രമിക്കുക. അതിന് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ പങ്കുണ്ടല്ലേ. നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ ഭഗവാനെ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി മഹാലക്ഷ്മി ഒന്ന് കടാക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. നല്ല ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മാറുമെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം കോൺഫിഡൻസിന് ഉണ്ടാക്കുന്നതിൽ സമ്പത്തിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെ ഉണ്ട്. അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, ജോലി ചെയ്യുക, പിന്നെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അതിൻ്റെ കൂടെ നമുക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.